ഇന്ത്യയെ ഒരു ആഗോള ബയോഫാർമ നിർമ്മാണ കേന്ദ്രമായി വികസിപ്പിക്കുന്നതിനായി ബയോഫാർമ ശക്തി പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്ര ബജറ്റ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 10,000 കോടി വകയിരുത്തിയ പദ്ധതി ബയോളജിക്സുകളുടെയും ബയോസിമിലറുകളുടെയും ആഭ്യന്തര ഉൽപാദനത്തിനുള്ള ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കും. ബയോഫാർമ ശക്തി അഥവാ സ്ട്രാറ്റജി ഫോർ ഹെൽത്ത് കെയർ അഡ്വാൻസ്മെന്റ് ത്രൂ നോളജ്, ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ എന്നതാണ് പദ്ധതിയുടെ പൂർണ്ണനാമം. മനുഷ്യകോശങ്ങൾ, ഫംഗസുകൾ അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കൾ തുടങ്ങിയവയിലൂടെയുള്ള ചികിത്സാ രീതികളുടെ ഉൽപാദനം, നിർമ്മാണം അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കൽ എന്നിവ ബയോഫാർമയിൽ ഉൾപ്പെടുന്നു. വാക്സിനുകൾ, ആന്റിബോഡി ചികിത്സകൾ, ജീൻ തെറാപ്പികൾ, സെൽ ഇംപ്ലാന്റുകൾ, ആധുനിക ഇൻസുലിൻ, റീകോമ്പിനന്റ് പ്രോട്ടീൻ മരുന്നുകൾ എന്നിവ ബയോഫാർമസ്യൂട്ടിക്കലുകളുടെ ചില ഉദാഹരണങ്ങളാണ്. ഉയർന്ന മൂല്യമുള്ള ബയോഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെയും മരുന്നുകളുടെയും ആഭ്യന്തര വികസനവും നിർമ്മാണവും പദ്ധതി പിന്തുണയ്ക്കും. ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നതിനും ആഗോള ബയോളജിക്സ് വിതരണ ശൃംഖലയിൽ ഇന്ത്യയുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായാണ് ഈ സംരംഭം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 3 പുതിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അഥവാ നൈപർ സ്ഥാപിക്കും. നിലവിലുള്ള 7 നൈപറുകൾ നവീകരിക്കുന്നതിലൂടെയും ബയോഫാർമ കേന്ദ്രീകൃത ശൃംഖലയുടെ വിപുലീകരണവും ശാക്തീകരണവും നടപ്പിലാക്കും. ബയോഫാർമ ഗവേഷണം, വികസനം, നിർമ്മാണം, നിയന്ത്രണം എന്നിവയിൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള മനുഷ്യ വിഭവശേഷിയുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യകത പരിഹരിക്കുകയാണ് ലക്ഷ്യം. രാജ്യത്തുടനീളം 1000-ലധികം അംഗീകൃത ക്ലിനിക്കൽ ട്രയൽ സൈറ്റുകൾ വികസിപ്പിക്കാനുള്ള നിർദ്ദേശത്തോടെ വലിയ തോതിലുള്ള ക്ലിനിക്കൽ ഗവേഷണ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കപ്പെടും. പ്രമേഹം, ക്യാൻസർ, സ്വയം പ്രതിരോധ രോഗങ്ങൾ തുടങ്ങിയവയിലേക്ക് ഇന്ത്യയുടെ ആശങ്കകൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പദ്ധതി ഈ ദിശയിലുള്ള ഒരു പ്രധാന നയപരമായ ഇടപെടലാണ്. ആഗോള ബയോഫാർമ നിർമ്മാണ കേന്ദ്രമായി മാറാനുള്ള ഇന്ത്യയുടെ അഭിലാഷത്തിന് കരുത്തു പകരുന്നതാണ് പ്രഖ്യാപനം.